മുത്തങ്ങയിൽ ഒരു മുറിവെന്നുള്ള നിലയിൽ അത് നടന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ഇല്ല അത് വേറെ രീതിയിലേക്ക് എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഈ ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് UDF പോലെയുള്ള ഒരു ജനാധിപത്യ സഖ്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ NDA നടത്തിയിട്ടുള്ള സമരം എല്ലാവരും ഈ കേരളത്തിലുള്ള മുഴുവൻ മീഡിയയും മുഴുവൻ മനുഷ്യരും അതിനോടൊപ്പം നിന്നിട്ടുണ്ട്. എല്ലാവരും അതിൽ ജാതിഭേദമന്യേ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അത്തരം സമരങ്ങളൊക്കെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കാനും സംസാരിക്കാനും എന്താണ് ആവശ്യങ്ങളെന്ന് അറിയാനും അതിൽ ഗവൺമെൻറ്റിൻ്റെ ഫോർമുല വെക്കാനും നമ്മൾ തിരിച്ചു വെക്കുന്ന ഫോർമുല അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു സാമാന്യ ജനാധിപത്യ മര്യാദ കാണിച്ചത് UDF ആണ്. ശരിക്കും പല പ്രാവശ്യമായിട്ട് അത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ് മുത്തങ്ങയിൽ സമരം ചെയ്ത ആളുകൾക്ക് സ്പെഷ്യൽ പാക്കേജ് വെച്ചുകൊണ്ട് മുത്തങ്ങയിൽ സമരത്തിനകത്ത് ഉണ്ടായിരുന്ന ഒട്ടും ഭൂമിയില്ലാത്ത ഭൂരഹിതരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് എടുത്ത് അവർക്ക് 283 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സമയത്ത് നടന്നിട്ടുള്ള സമരത്തിൻ്റെ ഓരോ കാര്യം എടുത്താലും ഈ ഗവൺമെൻറ്റാണ് ശരിക്കും ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ദളിതർക്ക് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ നിന്നിട്ടുള്ളത്, അവരുടെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളത്, അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു പേസ്, ഒരു മനസ്സ് കാണിച്ചത് ശരിക്കും UDF പോലുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. എന്തായാലും ഒരു പൊളിറ്റിക്കൽ രംഗത്ത് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം രംഗത്ത് നമ്മൾ വളരെ സജീവമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറയാം. കൂടിക്കാഴ്ച വളരെ സജീവമായിട്ട് നമ്മൾ ഒരുമിച്ച് വളരെ ശക്തമായിട്ട് UDF-നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് ശരിക്കും എടുത്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ആളുകളുടെ മുമ്പിൽ ഉപാധിയൊന്നും വെക്കേണ്ടതില്ല. ഉപാധി വെച്ചിട്ട് അതൊരു പരാതിയായിട്ട് ഒരു വാർത്തയാക്കിയതുകൊണ്ട് ആളുകൾക്ക് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രായോഗികമായിട്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് വെക്കേണ്ടത്. അതാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. പ്രായോഗികമായിട്ട് നിങ്ങൾ അടുത്ത ദിവസം നേരിൽ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് കാണാൻ പോകുന്ന പൂരം ആദ്യം വിശദീകരിച്ചിട്ട് അതിൻ്റെ സീരിയസ് ഇല്ലാതാക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. NDA ഒരു മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിക്കുകയും പോവുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു ഡിമാൻഡ് പോലും 9 വർഷമായിട്ട് NDA-യുടെ ഒപ്പം നിന്നിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നമ്മളെ കേൾക്കാനുള്ളൊരു മനസ്സ് പോലും അവർ തന്നിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഞങ്ങൾക്കൊരു പരാതിയായിട്ട് പറയാനുള്ളത്.